ഞാൻ ഈ കേരളത്തിലെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയപ്പോൾ അന്ന് JNU നടത്തുന്നൊരു എഴുത്ത് പരീക്ഷയാണ്. JNU നടത്തുന്നൊരു എഴുത്ത് പരീക്ഷയാണ്. ആ എഴുത്ത് പരീക്ഷയിൽ നമ്മൾ ജയിച്ചാൽ അവിടെ പ്രവേശനമാണ്. ഇന്ന് എല്ലാ കേന്ദ്ര വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് CUET എന്നുള്ള പേരിൽ ഒരു പരീക്ഷ അവർ കൊണ്ടുവന്നു. ഈ CUET കൊണ്ടുവരാനൊരു കാരണമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും അതുപോലെ മറ്റ് കേന്ദ്ര സർവകലാശാലകളിലും ഡൽഹിയിലുള്ള ഒരുപാട് മലയാളി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടി തുടങ്ങി. അപ്പൊ CUET വന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇന്ന് ഡൽഹിയിൽ പല കോഴ്സുകളിലും ദക്ഷിണേന്ത്യയിൽ നിന്ന് വിദ്യാർത്ഥികളില്ല. പണ്ട് ഈ യൂണിവേഴ്സിറ്റികൾക്കുള്ള ഒരു പാൻ ഇന്ത്യൻ സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പൊ JNU ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രിൻസിപ്പൽ ഉണ്ട്, ഡിപ്രിവേഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ മെറിറ്റ് മാത്രം പോരാ. ഇപ്പൊ നമ്മുടെ സംവരണങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിനപ്പുറത്ത് ഒരു ഡിപ്രിവേഷൻ മാർക്ക് കൊടുത്ത് വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. എന്താണ് ഡിപ്രിവേഷൻ? ഗ്രാമീണ മേഖലയിൽ നിന്ന് വരുന്ന കുഞ്ഞു വിദ്യാർത്ഥികൾക്ക് 1% മാർക്ക് അധികം. അപ്പോൾ എന്താണ്, ബീഹാറിൻ്റെയും ഒറീസയുടെയും UPയുടെയും തമിഴ്നാട്ടിൻ്റെയും കേരളത്തിൻ്റെയും ഗ്രാമീണ മേഖലയിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾക്കും ആ കേന്ദ്ര സർവകലാശാലകളിൽ ഒരു പ്രാതിനിധ്യം ലഭിച്ചു. ഇന്ന് CUET വന്നതുകൂടെ ഇതെല്ലാം താളം തെറ്റി. എങ്ങനെയാണ് വിദ്യാഭ്യാസത്തെ ഓരോ നടപടി കൊണ്ടും മാറ്റിമറിക്കുന്നത് നമ്മൾ ചിന്തിക്കുക. ഭരണഘടന പൊളിച്ചെഴുതാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട 2 കമ്മീഷനുകൾ, പൂഞ്ചി കമ്മീഷനും വെങ്കടചലയ കമ്മീഷനും, അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഗവർണർ എന്നുള്ള സ്ഥാപനം അത് ഭരണഘടനാപരമായ ഒരു സ്ഥാപനം. അതിനപ്പുറത്തേക്ക് ആ ഒരു സ്ഥാപനത്തെ നീട്ടിയെടുക്കുന്നത് ഗുണകരമല്ല. അത് പറയാനുള്ളൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. സംസ്ഥാനങ്ങൾ അവരുടെ വിയർപ്പും രക്തവും ഉപയോഗിച്ച് പടുത്തുയർത്തിയ സ്ഥാപനങ്ങളിലെ മുകളിൽ ഈ കെട്ടിയിറക്കിയ ആൾക്കാർ ഭരണം ആരംഭിച്ചു. ഇന്ന് കേരളത്തിലെ സർവകലാശാലകൾ ആര് ഭരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഗവർണറാണ് ഭരിക്കുന്നത്. ഈ ഗവർണർക്ക് ഈ സംസ്ഥാനത്തോടോ ഇവിടുത്തെ ജനങ്ങളോടോ വിദ്യാർത്ഥികളോടോ എന്ത് പ്രതിബദ്ധതയാണ്? ഒരു പ്രതിബദ്ധതയില്ല. അദ്ദേഹത്തെ നിയോഗിച്ച ഒരു പ്രത്യയ ശാസ്ത്രത്തോട് മാത്രമാണ് അദ്ദേഹത്തിന്റെ കൂറ്. എത്ര എളുപ്പം ഏറ്റവും കൂടുതൽ പോരടിക്കും പ്രതിരോധിക്കുമെന്ന് നമ്മൾ വിചാരിച്ച നമ്മുടെ സംസ്ഥാനം പോലും അതിന് കീഴടങ്ങി. നമ്മൾ നോക്കുക, എത്ര എളുപ്പത്തിൽ നമ്മൾ കീഴടങ്ങി. നമ്മുടെ സർവകലാശാലകൾ മുഴുവൻ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഇനി അവിടെ സിലബസുകൾ മാറും, അധ്യാപക നിയമനങ്ങൾ. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ പഠിച്ച JNUവിൽ 300 ടീച്ചിങ് പോസ്റ്റുണ്ട് ഒഴിവ്. അതിൽ 180-200 പോസ്റ്റുകൾ ഫില്ല് ചെയ്തു. ഇപ്പം എല്ലാ തസ്തികളിലേക്ക് നിയമിക്കപ്പെട്ടവര് ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളാണ്. ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞാൽ 10 വർഷം കൊണ്ട് ജവഹർലാൽ നെഹ്റു സർവകലാശാല എന്നുള്ള ആ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ കൾച്ചർ, സംസ്കാരം അടിമുടി മാറും. 10 വർഷം. ഒന്ന് CUET, വിദ്യാർത്ഥികളുടെ പ്രവേശനം, PhD പോലും ഒരു പ്രത്യേക എഴുത്ത് പരീക്ഷയുടെ അടിസ്ഥാനപ്പെടുത്തി ആക്കുന്നു. അധ്യാപക നിയമനം, VC വേറെ. അതിന് കൂടെയാണ് ഈ പറയുന്ന എല്ലാ അധികാരങ്ങളും വിദ്യാഭ്യാസ മന്ത്രിയിൽ കേന്ദ്രീകരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ ബില്ലും കൂടി. പക്ഷെ എന്താണ് VBCA അല്ലേ? VBCA ഇപ്പോഴീ കേന്ദ്ര സർക്കാർ പാസ്സാക്കുന്ന ബില്ലുകളൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. എന്താ കാരണം വെച്ചാൽ അതിന്റെ പേരെല്ലാം
ഹിന്ദിയാണ്. ഇപ്പൊ നമ്മുടെ IPC, CRPC, എവിഡൻസ് ആക്ട് ഇതൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 3 നിയമങ്ങൾ നമ്മുടെ പാസ്സാക്കി. ഇവിടെ അല്ലേ എന്താണോ അതിന്റെ പേര്? വക്കീല പേരില് പറയാൻ പറ്റുമോ? ആരാ ഇവിടുത്തെ വക്കീല്? പ്രാക്ടീസിംഗ് ലോയറാണല്ലോ, ലോയറാണ്. അല്ല, ഞാൻ തെറ്റ് പറയില്ല. എന്താ കാരണം അറിയോ? മദ്രാസ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി പറഞ്ഞു, എനിക്ക് ഈ കുന്ത്രാട്ടത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല, നാവിൽ വഴങ്ങില്ല. എനിക്ക് ആകെ അറിയാവുന്ന ഒരെണ്ണം മാത്രം, ഭാരതീയ ന്യായ സംഹിത, അതൊക്കെ മാത്രം. ബാക്കി രണ്ടും എനിക്കറിയില്ല. ഇവിടെ ഒരെണ്ണേ അറിയണോ? അറിയോ? ശരിക്കും പറ, ഞാനിപ്പോ ചോദിക്കും കേട്ടോ. അതെ, അല്ല, ഞാൻ ആരെയും തെറ്റ് പറയില്ല. എന്താ കാരണം എന്ന് വെച്ചാല് ഭരണഘടനയുടെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, നമ്മുടെ നിയമങ്ങളുടെ ടൈറ്റില് ഇംഗ്ലീഷിലായിരിക്കണമെന്ന്. അതുപോലും മാറി. നോക്ക് എങ്ങനെയാണ് നിയമനിർമ്മാണത്തിന്റെ ഈ പറഞ്ഞ തലവാചകങ്ങളിൽ പോലും ഇവരുടെ സംസ്കാരം, ഇവരുടെ പ്രത്യേക ആ ഒരു പ്രത്യയശാസ്ത്രം സന്നിവേശിപ്പിക്കുന്നു. ഇപ്പൊ BBCA എന്നുള്ള ഒരു നിയമം, അതായത് ഉന്നത വിദ്യാഭ്യാസ നിയമം നമ്മൾ വിചാരിക്കുക, അതിനോട് കൂടി എല്ലാ അധികാരങ്ങളും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. UGCക്ക് ഒന്നും ഒരു പ്രസക്തി ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ പ്രസക്തിയില്ല. അപ്പോൾ ഓരോ നടപടികളിലും ഞാൻ സൂചിപ്പിച്ചതുപോലെ സെൻട്രലൈസേഷൻ, കൊമേഴ്സ്യലൈസേഷൻ, സാഫ്രണൈസേഷൻ, ഇതിന്റെ ഒരു ബഹിർസ്ഫുരണങ്ങളായിട്ടാണ് നിയമനിർമ്മാണങ്ങളും നടപടികളും എല്ലാം വന്നു ഭവിച്ചിരിക്കുന്നത്. 1 നേഷൻ 1 എലക്ഷൻ എന്ന് നമ്മുടെ മുകളിൽ ഇത് തന്നെയാണ്. 1 നേഷൻ 1 എക്സാമിനേഷൻ. നോക്ക്, അവിടെ എല്ലാം 1 ഉണ്ട്. 1 ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ പരിപൂർണമായും തിരസ്കരിക്കുക, തമസ്കരിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ഘടകങ്ങളുടെ എല്ലാം അന്തസത്ത എന്ന് പറയുന്നത്. മുദ്രാവാക്യങ്ങളിൽ വന്ന മാറ്റം. ഇപ്പോൾ ഈ പാർലമെന്റ് ചേരുമ്പോൾ അവിടെ വിളിക്കപ്പെടുന്ന മുദ്രാവാക്യങ്ങൾ നമുക്ക് തന്നെ അറപ്പുളവാക്കുന്ന മുദ്രാവാക്യങ്ങളൊക്കെയാണ്. ഓരോരുത്തരും അവരുടെ ഇഷ്ടമുള്ള അങ്ങ് വിളിക്കുക. ഇപ്പോൾ ഇവിടെ ഒരുപാട് ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത കുറെ വിദ്വാന്മാരെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നു. ഭരണഘടനാ അസംബ്ലിയിൽ ആകെ 2 മുദ്രാവാക്യങ്ങളെ മുടങ്ങിയിട്ടുള്ളൂ, ജയ് ഹിന്ദും ഇൻക്ലാബും മാത്രം. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഒരുപക്ഷെ ജന്തർ മന്ദർ സമരത്തിൽ ഉയർന്നു കേട്ടതും ആ ഭരണഘടനാ അസംബ്ലി ഉയർത്തിയ മൂല്യങ്ങളുടെ മറ്റൊരു പ്രതിഫലനമായിരുന്നു. അംബേദ്കറിനൊപ്പം ഭഗത് സിംഗ് കൂടി സ്ഥാനം പിടിക്കുന്ന ഒരു തരത്തിലേക്ക് ആ സമരത്തെ മാറ്റി, അല്ലെങ്കിൽ സമരം മാറി എന്നുള്ളതാണ്.